സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ കുത്തകയാണ് ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് വാദ്യം. കണ്ണൂർ സെന്റ് തെരേസസ് HSS ആണ് ജില്ലയുടെ ഈ നേട്ടത്തിന് പിന്നിൽ. ഇത്തവണയും കാണികളെയും എതിരാളികളെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തതകളാണ് സെന്റ് തെരേസസിലെ കുട്ടികൾ കരുതി വച്ചിരിക്കുന്നത്. വാദ്യസംഗീതത്തിനൊപ്പം എയ്റോബിക്സും ചേർന്ന ബാൻഡ് വാദ്യം ആസ്വാദകരെ ഏറെ ആകർഷിക്കുന്ന കലോത്സവ ഇനങ്ങളിൽ ഒന്നാണ്. 30 വർഷത്തോളം ഈ ഇനത്തിൽ സംസ്ഥാനതലത്തിലെ നിറസാന്നിധ്യമാണ് കണ്ണൂരിൻ്റെ സെന്റ് തെരേസസ്. വെറുതെ അങ്ങ് കിട്ടിയതല്ല അവർക്ക് ഈ സ്ഥാനം. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് നേട്ടം. അധ്യയന വർഷം മുഴുവൻ നീളുന്ന പരിശീലനം, പുതിയ തലമുറയെ കളത്തിലിറക്കി പാരമ്പര്യം നിലനിർത്താനുള്ള മനസ്സ്, ഇതൊക്കെയാണ് സെന്റ് തെരേസസിൻ്റെ കരുത്ത്. കുട്ടികൾക്ക് പിന്തുണയുമായി അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചു നിൽക്കുന്നതാണ് നേട്ടത്തിന്റെ പിന്നിലുള്ള കാര്യം. സെന്റ് തെരേസസിന്റെ ബാൻഡിന് ശരിക്കും പറഞ്ഞാൽ നാഷണൽ ലെവലിൽ വരെ അംഗീകാരം കിട്ടിയത്. 2 പ്രാവശ്യം നാഷണൽ കോമ്പറ്റീഷന് പോയിട്ട് നാഷണലിലും 2 പ്രാവശ്യം ഫസ്റ്റ് വന്ന ഒരു ടീമാണ്. ആ ടീമിൽ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം നാഷണലിൽ പോയപ്പോഴും ഈ കുട്ടികൾ നാഷണലിൽ ഫസ്റ്റ് വന്ന കുട്ടികൾ പോലും ഈ ഒരു ടീമിലുണ്ട്. പ്രൊഫഷണൽ ടീമുകളെ വെല്ലുന്ന പരിശീലനം നൽകാൻ തഴക്കവും പഴക്കവുമുള്ള പരിശീലകരെയാണ് ഓരോ വർഷവും സ്കൂൾ രംഗത്തിറക്കുന്നത്. കേരള പോലീസിന്റെ ബാൻഡ് ട്രെയിനറാണ് ഇത്തവണ സെന്റ് തെരേസസിന്റെ ആശാൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്രോബാറ്റിക്സ് ആണ്. മ്യൂസിക് പ്ലേ ചെയ്യണം. മ്യൂസിക് പ്ലേ ചെയ്യുന്നത് കൂടാതെ ഈ ഡ്രില്ലുകൾ മുഴുവൻ 20 മിനിറ്റ് ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള കലോത്സവ വേദിയിൽ ഏറ്റവും ശ്രമകരമായ ഒരു ഇനത്തിൽപ്പെട്ട ഇനമാണ് ഈ ബ്രാസ് ബാൻഡ് കോമ്പറ്റീഷൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല സെന്റ് തെരേസസിന്റെ ബാൻഡ് വാദ്യ പെരുമ. ദേശീയ സ്കൂൾ ബാൻഡ് കോമ്പറ്റീഷനിൽ ബ്രാസ് ബാൻഡ് വിഭാഗത്തിൽ 2 തവണ ജേതാക്കളായതും ഈ കൂട്ടായ്മയുടെ മികവിന്റെ തെളിവാണ്. മീഡിയ 1 കണ്ണൂർ.